റാം കെയർ ഓഫ് ആനന്ദ് എന്ന നോവലിന്റെ 16-ാം ഭാഗം. അത് കേട്ട് ചിരിയടക്കി പിടിച്ചുകൊണ്ട് റാമും ആനന്ദിയും പരസ്പരം നോക്കി. ആഹാരം കഴിച്ചു കഴിഞ്ഞ് 3 പേരും നുങ്കമ്പാക്കം തെരുവിലൂടെ നടക്കുമ്പോൾ മഴ ശമിച്ചിട്ടുണ്ടായിരുന്നു. കാളിദാസ് എന്തു പറയുന്നു റാം? കാളിദാസ് മരിച്ചു. ഇപ്പോൾ മല്ലിയാണ് ജീവിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, അവള് തന്നെ പറഞ്ഞതാ. ആനന്ദ് വിചാരിച്ചാൽ അവൾക്ക് ഡാൻസ് അക്കാദമിയിലെ അടുത്ത ബാച്ചിൽ ഒരു അഡ്മിഷൻ റെഡിയാക്കാൻ സാധിക്കില്ലേ? ഞാനും അതിനുള്ള ആലോചനയിലാണ് റാം. ഒരു ട്രാൻസ്ജെൻഡറിന് അഡ്മിഷൻ കൊടുത്താൽ കോളേജിന്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കുകയുള്ളൂ എന്ന ലൈനിൽ ശ്രീനിവാസ് സാറിനോടൊന്ന് സംസാരിക്കണം. അത് കേട്ടപ്പോൾ റാമിന് സന്തോഷമായി. നാളെ സാറ്റർഡേ അല്ലേ, നീ പാർട്ടിയുടെ വീട്ടിലേക്ക് വരില്ലേ റാം? രേഷ്മ ചോദിച്ചു. പിന്നില്ലേ, ആഴ്ചയിലൊരിക്കൽ തേനീച്ചയുടെ കുത്തുകൊണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനവുമില്ല, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നാളെ രാവിലെ ഒരു ടീമിനെ ഒരു പ്രോപ്പർട്ടി കാണിച്ചു കഴിഞ്ഞാൽ എനിക്കും വേറെ വർക്കൊന്നുമില്ല, ആനന്ദി പറഞ്ഞു. അപ്പോഴേക്കും അവർ നടന്ന് കോളേജിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് കോളേജിൽ എല്ലാ അക്കാഡമിയിലെയും കുട്ടികൾ തിക്കിത്തിരിക്കി നിൽക്കുന്നത് കണ്ടു. 4-5 വനിതാ പോലീസുകാർ ചിങ്കാവിയെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് രേഷ്മയും റാമും ആനന്ദിയും കാര്യമൊന്നും മനസ്സിലാകാതെ നിന്നു. പോലീസുകാരുടെ കയ്യിൽ 10ഓളം വലിയ പ്ലാസ്റ്റിക് പാക്കറ്റുകൾ കഞ്ചാവും ഉണ്ടായിരുന്നു. യു ചീറ്റ്, ഫക്ക് യു, ചിങ്കാവി ഒരു വശത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവർ നോക്കുമ്പോൾ ആ ഭാഗത്തെ വീട്ടിൽ ചിങ്കാവിയെ നടുവിൽ ഉയർത്തിക്കാട്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എന്തൊക്കെയോ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു. അവർക്കരികിൽ ശ്രീനിവാസ് സാറും ശിവസാറും മറ്റുള്ള ചില അധ്യാപകരും നിൽപ്പുണ്ടായിരുന്നു. വിവരങ്ങൾ പറഞ്ഞു കൊടുത്ത ശേഷം നിൽക്കുന്ന വെട്ടിയുടെ അരികിലേക്ക് അവർ 3 പേരും ആളുകളുടെ ഇടയിലൂടെ നുഴഞ്ഞു നിന്നു. എന്താണ് സംഭവം? റാം ചോദിച്ചു. 2 വർഷത്തോളമായി ഞാൻ അവളെ നോക്കി വെച്ചേക്കുമായിരുന്നു മച്ച. കറക്റ്റായിട്ട് എന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടു. എന്തുവാടാ നീ തെളിച്ചു പറ? രേഷ്മ ആകാംക്ഷയിൽ ചോദിച്ചു. എടി രേഷ്മേ, കടലിൽ ഒളിച്ചുപോയ അവളില്ലേ, ആ ഫറൂച്ചി, അവളും ഇവളുമൊക്കെ ഒരേ ഗ്യാങ്ങാ. ഇന്നലെ ഇവളെ ഫ്ലാറ്റിൽ കൊണ്ടാക്കാൻ ചെന്നപ്പോൾ ഇവളെനിക്ക് ഫറൂച്ചിയെ പരിചയപ്പെടുത്തിയിരിക്കുന്നു. അന്ന് അവൾ ചത്തെന്ന് കരുതി ഞാൻ വട്ടുകയറി നടന്നപ്പോൾ ഈ ചിങ്കാവിയായിരുന്നു എന്നെ സാന്ത്വനിപ്പിച്ച് ദുഃഖം മറക്കാൻ കഞ്ചാവ് ബീഡൊക്കെ തന്നുകൊണ്ടിരുന്നത്. അത് ഞാൻ സഹിക്കും. ചെറിയ പാക്കറ്റിലെ കഞ്ചാവ് ബീഡി നഷ്ടമാണ് ചേട്ടാ, പാർട്ടി പായ്ക്ക് വാങ്ങുന്നത് ലാഭമെന്നും പറഞ്ഞ് 7000 രൂപയും വാങ്ങി പോയതാ ഇവള്. പിന്നെ കാണുന്നത് ഇവിടെ വെച്ച. മുടിയൊക്കെ വെട്ടി കോലം മാറിയപ്പോൾ ഇവൾക്ക് എന്നെ പിടികിട്ടി കാണില്ല. പക്ഷെ ആ ഫറൂച്ചി, അവൾക്കെങ്കിലും ബോധമുണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അവളും എന്നെ തിരിച്ചറിഞ്ഞില്ല. നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് മാത്രം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലാന്ന്. എന്നെ ഇത്ര പെട്ടെന്ന് മറക്കണമെങ്കിൽ ഇവളുമാർ ഈ 2 വർഷം കൊണ്ട് എത്ര പേരെ പറ്റിച്ചു കാണും. പക്ഷെ ഞാനൊന്നും മറക്കില്ലല്ലോ. 2 ദിവസമായി ഇവളെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഇവളുടെ പഠിക്കുന്നത് തന്നെ സ്റ്റുഡന്റ് എന്ന ലേബലും വെച്ച് സിറ്റിയിൽ കഞ്ചാവ് വിൽക്കാനാണ്. രാവിലെ ഇവളിവിടെ വരുമ്പോൾ ബാഗിൽ കഞ്ചാവ് ഉണ്ടാവും. നമ്മുടെ കോളേജിലെ ലേഡീസ് ടോയ്ലറ്റിന്റെ സീറ്റിങ്ങിനുള്ളില ഇവളുടെ ഒളിസങ്കേതം. ഇവളെ ആരെങ്കിലും ഫോൺ ചെയ്താൽ ഉടനെ അവൾക്ക് ടോയ്ലറ്റിൽ പോകണം. ഇന്നലെ ലഞ്ച് ബ്രേക്ക് ടൈമിന് 8 തവണയാണ് ഇവൾ ടോയ്ലറ്റിൽ കയറിയത്. ആ 8 തവണ ഇവളെ ആരൊക്കെയോ കാണാൻ വരികയും ചെയ്തു. ചോദിച്ചപ്പോൾ കസിൻസ് ആണെന്നാ പറഞ്ഞ്. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എത്തി ലേഡീസ് ടോയ്ലറ്റിൽ ഒരു പരിശോധന നടത്തിയപ്പോഴല്ലേ പല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കണ്ടത്. ശ്രീനിവാസ് സാറിനോട് അപ്പോൾ തന്നെ കാര്യം പറഞ്ഞു. സാറാണ് ലഞ്ച് ബ്രേക്ക് ടൈമിന് കഞ്ചാവുമായി ഇവളെ കൈയോടെ പിടിക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ പോലീസ് പരിശോധിച്ചപ്പോൾ ടോയ്ലറ്റിലെ വേസ്റ്റ് ബിന്നിൽ കഞ്ചാവ് ബീഡിയുടെ 1-2 കുറ്റികൾ ഉണ്ടായിരുന്നു. അതിനർത്ഥം ഈ കോളേജിലെ പെണ്ണുങ്ങളിൽ ആരൊക്കെയോ ടോയ്ലറ്റിൽ കയറി കഞ്ചാവ് അടിക്കാറുണ്ടെന്നല്ലേ. എന്തായാലും ഇവളെ കൈയോടെ പോക്കി. ഇനി ആ മത്സ്യകന്യയെ കൂടെ എനിക്കൊന്ന് ചെന്ന് കാണണം, വെട്ടി പറഞ്ഞു. പോലീസ് പോയതോടെ കുട്ടികളൊക്കെ പല വഴിക്ക് പിരിഞ്ഞു. അണ്ണന്മാരെ, എന്റെ പങ്കാളിയെ കണ്ടോ? ആ ചോദ്യം കേട്ട് റാം തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ സൗമ്യ കിറുങ്ങിയടിച്ചതുപോലെ നിൽപ്പുണ്ട്. ആനന്ദിയും രേഷ്മയും അവളെ സൂക്ഷിച്ചു നോക്കി. ആന്റിമാരെ, നിങ്ങൾ എന്റെ പങ്കാളിയെ കണ്ടോ? ആരാടി നിന്റെ ആന്റി? രേഷ്മ ദേഷ്യത്തോടെ ചോദിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ ആ ബീഡിക്കുട്ടിയുടെ ഉറവിടം? റാം വെട്ടിയെ നോക്കി പറഞ്ഞു. സൗമ്യ അപ്പോഴും അവരെയും നോക്കി പ്രതീക്ഷയോടെ നിൽപ്പുണ്ടായിരുന്നു. ഇവിടുന്ന് നേരെ പോയാൽ ഒരു അമ്മ ഉണവകമുണ്ട്. അവിടെ വിളമ്പാൻ നിൽക്കുന്ന അക്കയോട് ചോദിച്ചാൽ മതി, നിന്റെ പങ്കാളിയെ കാണിച്ചു തരും, രേഷ്മ പറഞ്ഞു. അത് കേട്ട് സൗമ്യ റോഡിലേക്ക് ഇറങ്ങി നടക്കുന്നതും നോക്കി ആനന്ദിയും റാമും വെട്ടിയും നിർത്താതെ ചിരിച്ചു. ഒന്നേൽ അവൾ, ഇല്ലേൽ ഇവൾ. ഇന്ന് ആ കാര്യത്തിൽ ഒരു തീരുമാനമായിക്കോളും. രേഷ്മ സൗമ്യയുടെ പോക്കും നോക്കി കൈകെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. ഇതേ സമയത്ത് വെട്ടിയുടെ ഫോണിലേക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും കോൾ വന്നു. 1 മിനിറ്റ് മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന ആ കോൾ കട്ടായതും വെട്ടി അവരെ 3 പേരെയും പരിഭ്രമത്തോടെ നോക്കി. ബേക്കറിയിലെ അണ്ണനെ വിളിച്ച് അയാൾ സ്വീറ്റ്സ് എടുക്കാൻ വീട്ടിൽ ചെന്നപ്പോൾ പാട്ടി മുറ്റത്ത് ബോധമില്ലാതെ കിടക്കുകയായിരുന്നുവെന്ന്. പാട്ടി ഇപ്പോൾ പോരൂരിലെ രാമേന്ദ്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. വെട്ടി പറഞ്ഞത് കേട്ടതും അവർ 3 പേരും ഒരുപോലെ ഞെട്ടി. വെട്ടി, നിങ്ങൾ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, ഞാൻ ശ്രീനിവാസ് സാറിനോട് പറഞ്ഞിട്ട് വന്നേക്കാം. ആനന്ദ് പ്രിൻസിപ്പാളിന്റെ ഓഫീസ് ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. എടാ, സമയം കളയാതെ വേഗം ബൈക്ക് എടുക്കടാ, രേഷ്മ പറഞ്ഞു. വെട്ടി ധൃതിയിൽ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് ഓടി. റാം, നീ ശിവസാറിനോട് കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നേക്ക്, രേഷ്മ അവളുടെ വണ്ടിയുടെ കീ റാമിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. രേഷ്മ വണ്ടിയുടെ പിന്നിലേക്ക് ചാടിക്കയറിയതും വെട്ടി വേഗത്തിൽ ബൈക്ക് ഓടിച്ചുപോയി. ശിവസാറിനോട് കാര്യം പറഞ്ഞിട്ട് റാം തിരികെ പാർക്കിങ്ങിലേക്ക് വരുമ്പോൾ ആനന്ദി അവരുടെ ലൂണ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കണ്ടത്.
രാമേന്ദ്ര ഹോസ്പിറ്റൽ എവിടെയാണെന്ന് യാതൊരുവിധ ഐഡിയയും ഇല്ലാതിരുന്നതിനാൽ അവൻ രേഷ്മയുടെ വണ്ടിയെടുക്കാൻ നിൽക്കാതെ ആനന്ദിയുടെ അരികിലേക്ക് വേഗത്തിൽ നടന്നു നിന്നു. ആനന്ദി, ഞാനും കൂടി വരട്ടെ? അവൻ ചോദിച്ചു. വേഗം കയറിക്കോ. റാം ലൂണയുടെ പിന്നിലേക്ക് ചാടിക്കയറി. പാർക്കിംഗ് ഏരിയയിൽ നിന്നും റോഡിലേക്ക് ആ ലൂണ പാഞ്ഞുപോയി. നുങ്കമ്പാക്കം തെരുവിൽ തിരക്ക് തീരെ കുറവായിരുന്നുവെങ്കിലും അവർ മെയിൻ റോഡിലേക്ക് കടന്നതും നിരത്ത് മുഴുവനും വാഹനങ്ങളായിരുന്നു. നിസ്സാരമായ വിടവിലൂടെയെല്ലാം ആനന്ദ് സ്കൂട്ടർ കുത്തിക്കയറ്റി മുന്നോട്ട് പോയി. അതിനിടയിൽ അവളുടെ പിന്നിലിരുന്ന റാം പലരുടെയും തെരുവിളികളും കേട്ടു. മുന്നിൽ കണ്ട ഗ്യാപ്പിലൂടെയെല്ലാം അവൾ ഓരോ തവണ സ്കൂട്ടർ തിരിക്കുമ്പോഴും അവൻ വണ്ടിയുടെ പിൻവശത്തെ കമ്പിയിലായി മുറുകെ പിടിച്ചിരുന്നു. മെയിൻ റോഡിലെ തിരക്ക് മൂലം ഇടതുവശത്ത് കണ്ട ഒരു ഇടറോഡിലേക്ക് അവൾ വണ്ടി ഓടിച്ചു കയറ്റി. എന്തൊക്കെയോ ഇടവഴികളിലൂടെയും വീടുകൾക്ക് നടുവിലൂടെയും ആളുകൾ മൂത്രമൊഴിക്കാൻ നിന്നിരുന്ന ഇടുങ്ങിയ ചെറുവഴിയിലൂടെയുമെല്ലാം അവൾ അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതുപോലുള്ള കുറുക്ക് വഴികൾ ആനന്ദിക്ക് എങ്ങനെ പരിചിതമായെന്ന് റാമിന് അത്ഭുതം തോന്നി. ഒരു ലൂണ സ്കൂട്ടറിന് അത്രയും വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്നും അവൻ തിരിച്ചറിഞ്ഞു. രാമചന്ദ്ര ഹോസ്പിറ്റലിന്റെ ഗേറ്റും കടന്ന് വണ്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുമ്പോൾ റാമിന്റെ ഇരു ചെവികളിലും നേരിയ തരിപ്പ് തോന്നി. ഒബ്സർവേഷൻ വാർഡിലേക്ക് എത്തുമ്പോൾ പാട്ടി കട്ടിലിൽ മയങ്ങുകയായിരുന്നു. ഇടതുകൈയിൽ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബെഡിനരികിൽ കിടന്നിരുന്ന സ്റ്റൂളിൽ 30 വയസ്സ് പ്രായം തോന്നിച്ച തീരെ ഉയരം കുറഞ്ഞ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ബാലാജി അണ്ണ, എന്താ പറ്റിയത്? ബെഡിനരികിലേക്ക് ചെന്നതും അയാളെ അടുത്ത് പരിചയമുള്ളതുപോലെ ആനന്ദ് ചോദിച്ചു. മോളെ, ഞാൻ ചെല്ലുമ്പോൾ ഈ അമ്മ മുറ്റത്ത് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോന്നു. ഡോക്ടർ പറഞ്ഞത് ഹൈ BP ആണെന്ന. ഭാഗ്യത്തിന് തലയൊന്നും അടിച്ച് വീഴാതിരുന്നത്. കൊണ്ടുവരുമ്പോൾ ബ്ലഡ് പ്രഷർ ലെവൽ ഒരുപാട് കൂടുതലായിരുന്നു. ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്നും ബോധം വീണപ്പോൾ നിങ്ങൾക്കൊപ്പം താമസിക്കുന്ന ആ പയ്യനില്ലേ വെട്രി, അവനെ വിളിക്കാനാണ് അമ്മ പറഞ്ഞത്. നമ്പറും കാണാതെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞാൻ അവനെ വിളിക്കുന്നത്. എന്റെ പഴയ ഫോൺ മാറ്റിയത് കൊണ്ട് നമ്പറെല്ലാം പോയെന്ന്. ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ മോളെ വിളിച്ചേനെ, ബാലാജി അണ്ണൻ പറഞ്ഞു. ആനന്ദി പാട്ട് കിടന്നിരുന്ന കട്ടിലിലേക്ക് ഇരുന്നു. എന്നിട്ട് അവരുടെ നെറ്റിയിൽ തൊട്ടു നോക്കി. വണ്ടിയിൽ പെട്രോൾ തീർന്നതുകൊണ്ട് 10 മിനിറ്റ് കൂടി കഴിഞ്ഞാണ് രേഷ്മയും വെട്രിയും ഒബ്സർവേഷൻ വാർഡിലേക്ക് എത്തിയത്. കടയിൽ നിന്നും വിളി വന്നപ്പോൾ അവരോട് പറഞ്ഞിട്ട് ബാലാജിയാണ് തിരിച്ചുപോയി. പാട്ടി അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. റാമും വെട്രിയും കൂടി ഡോക്ടറെ കണ്ട ശേഷം തിരികെ വാർഡിലേക്ക് എത്തി. ഇതെന്താവും പാട്ടിക്ക് ഇത്ര പെട്ടെന്ന് ഹൈ BP ഒക്കെ വരാൻ കാരണം? രാവിലെ ഞാൻ പോരുമ്പോൾ ചിരിച്ചുകൂടി ടാറ്റയൊക്കെ തന്നതാണല്ലോ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് തലയിലെ ഞരമ്പ് പൊട്ടാൻ തക്കവണ്ണം പ്രഷർ ഉയർന്നുവെന്ന. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിച്ചേനെയെന്ന് വെട്രി പറഞ്ഞത് കേട്ടതും ആനന്ദ് വിഷമത്തോടെ ഉറങ്ങിക്കിടക്കുന്ന പാട്ടിയെ നോക്കി. വെട്രി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ പാട്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുകയും പോകാൻ നേരം ടാറ്റ കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ എന്തെങ്കിലും അവരുടെ ഒപ്പം ഇരുന്ന് അവർ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്ത് ചിന്തകളിലൂടെയാണ് ദിവസവും കടന്നു പോകുന്നത് എന്നൊക്കെ തിരക്കിയിട്ടുണ്ടോ? അവരുടെ ദേഹത്ത് സ്നേഹത്തോടെ എപ്പോഴെങ്കിലും നീ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? നെറ്റിക്കൊരു ഉമ്മ കൊടുത്തിട്ടുണ്ടോ? ഓൺലൈനിൽ നീ ഓർഡർ ചെയ്ത ഡ്രസ്സൊക്കെ പാട്ടിയാണ് വാങ്ങി വയ്ക്കാറുള്ളത്. പക്ഷെ ഏതെങ്കിലും ഒരു ആഘോഷത്തിന് എന്തെങ്കിലും ഒരു വസ്ത്രം നീ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, വൃദ്ധയായ അവർക്ക് സുഖമാണോ എന്നെങ്കിലും നീ അന്വേഷിക്കാറുണ്ടോ? ആനന്ദ് വെട്രിയോട് ചോദിച്ചു. അവൻ മറുപടിയൊന്നും പറയാത്തത് കൊണ്ട് അവൾ വീണ്ടും തുടർന്നു. വെട്രി മാത്രമല്ല, നിങ്ങളും കൂടി അറിയാൻ വേണ്ടി പറയുക. പാട്ടി നഗരത്തിൽ തീർത്തും ഒറ്റയ്ക്കാണ്. അവർക്ക് പ്രായമായെന്ന് കരുതി അവരുടെ ഫീലിങ്സും ആഗ്രഹങ്ങളും എല്ലാം ഇല്ലാതായി എന്നല്ല അർത്ഥം. നമ്മളെപ്പോലെ തന്നെ അവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും ഫീലിങ്സും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ പ്രായത്തിലും ആ വീടും പത്മിനി കാറും താത്തയുടെ കുറെ ഓർമ്മകളും ഒക്കെയായി അവരിങ്ങനെ തനിച്ച് ജീവിക്കുമോ? പിന്നെ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് അവർ ഈ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നത് താൻ തിരക്കിലാണെന്ന് സ്വയം വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളായാണ്. അല്ലാതെ അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം പ്രതീക്ഷിച്ചിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാനും വെട്രിയും പാട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവർക്ക് ആരൊക്കെയോ ഉണ്ടെന്ന ഒരു തോന്നൽ വന്നിട്ടുണ്ട്. പാട്ടിക്ക് നിങ്ങൾ രണ്ടാളും കൊടുക്കുന്ന വാടകത്തുകയേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് അവർ ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വയ്ക്കുന്ന ഓരോരോ ഭക്ഷണങ്ങൾക്കുമായി ചെലവാക്കുന്നത്. അതൊക്കെ എന്തിനു വേണ്ടിയായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. മക്കളോ ഭർത്താവോ ആരുമില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരു സ്ത്രീ താൻ സ്നേഹിക്കുന്നവർ തന്നെ ഇട്ടിട്ട് പോകാതിരിക്കുവാനായി ഒരമ്മയെപ്പോലെയോ അതിനേക്കാൾ ഉപരിയോ നമ്മളെ കെയർ ചെയ്യുന്നതാണ് അതെല്ലാം.